എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കാണിക്കുന്നത്. ഗോതമ്പ് വെച്ചിട്ടുള്ളൊരു അപ്പമാണ് ചെയ്യുന്നത്. ഇതിന് നമുക്ക് തലേദിവസം മാവ് കൂട്ടി വയ്ക്കുകയൊന്നും വേണ്ട. നമ്മൾ മാവ് തയ്യാറാക്കി ഉടനെ തന്നെ അപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു അപ്പം നല്ല സോഫ്റ്റാണ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഗോതമ്പപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കാം. ചോറിന് പകരം നമുക്ക് വേണമെങ്കിൽ അവലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുമ്പോൾ അതിന് 1 കപ്പ് തേങ്ങ ചിരകിയതും 1/2 കപ്പ് ചോറുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നിർബന്ധമില്ല, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതുപോലെ ഒരു പാത്രത്തിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അടിച്ചെടുത്താൽ മതി. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഞാനിതിൽ ഒരു 2.5 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ അല്ല, ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ബേക്കിംഗ് സോഡയ്ക്ക് പകരം വേണമെങ്കിൽ ഈസ്റ്റും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഇത് പൊന്താനായിട്ട് ഒരു 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഒന്ന് മാറ്റി വെക്കണം. ഇതാകുമ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കണ്ട. മാവ് റെഡിയായ ഉടനെ തന്നെ അപ്പം ചുട്ടെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് അപ്പം ചുടാൻ തുടങ്ങാം. പിന്നെ നമ്മൾ മാവ് കോരി ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ പാൻ നല്ല ചൂടായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. അതിനുശേഷം നമുക്ക് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്ന സമയം മാത്രം ഹൈ ഫ്ലെയിമിൽ തീ വെച്ച് കൊടുക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഇനി ഇതുപോലെ നിറച്ച് ഹോൾസൊക്കെ വന്നതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗോതമ്പപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് ചുട്ടെടുക്കാം. ആദ്യം നമുക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അടുത്ത അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പം വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നമ്മുടെ ഗോതമ്പപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇത് എന്തോരം സോഫ്റ്റാണെന്ന്. അതുപോലെ കാണാനാണെങ്കിലും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുടെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.